ഡിയർ സ്റ്റുഡൻസ്, ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക് എന്ന് നമുക്ക് എടുക്കാം സെക്യൂരിറ്റി മെഷേഴ്സ്. ഈ സെക്യൂരിറ്റി മെഷേഴ്സിനെ കുറച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ ലിങ്ക് ഇടുന്നതിൻ്റെ കുറച്ച് മുമ്പ് നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ കൂടുതലായിട്ട് പിക്ചറൈസ് ചെയ്ത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഇട്ടിരിക്കുന്നത്. മിസ് എന്താ അത് ഇട്ടേക്കണേന്ന് ചിന്തിക്കേണ്ട, ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 8 കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്യൂരിറ്റി മെഷേഴ്സ്, കമ്പ്യൂട്ടറിലുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഫയൽസ് ഒക്കെ പോവാതിരിക്കുന്നതിന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് 8 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻറ്റി വൈറസ് പ്രോഗ്രാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും അല്ലേ. ഫയർ വാൾസ്, എൻക്രിപ്ഷൻ, സെക്യൂർ സോക്കറ്റ് ലെയേഴ്സ്, സെക്യൂർ ഇലക്ട്രോണിക്സ്, ബയോമെട്രിക്സ്, ഡിജിറ്റൽ സിഗ്നേച്ചർ ആൻഡ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ ഒരുപാട് പേര് കമ്പ്യൂട്ടേഴ്സും ലാപ്ടോപ്പും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻറ്റി വൈറസ് പ്രോഗ്രാമുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പണ്ടത്തെ സിറ്റുവേഷൻ അല്ലല്ലോ, കുട്ടികൾക്ക് എന്താണ് ആൻറ്റി വൈറസ് എന്നൊക്കെ അറിയാം. അപ്പോൾ വൈറസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ആൻറ്റി വൈറസ് പ്രോഗ്രാംസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റി വൈറസ് പ്രോഗ്രാംസുകൾ നല്ല രീതിയിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പക്ഷേ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഇറ്റ് ഈസ് ഹൈലി എസെൻഷ്യൽ ടു സേഫ് ഗാർഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഫയൽസ് ഫ്രം ദി അറ്റാക്ക് ഓഫ് ദിസ് വൈറസ്. ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് ആർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ മെന്റ് ഫോർ ലിമിറ്റിംഗ് ദ റിസ്ക് ക്രിയേറ്റഡ് ബൈ എ കമ്പ്യൂട്ടർ വൈറസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിനി വീണ്ടും കുറേ വായിച്ചിട്ട് ഞാൻ സമയം കളയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതാണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്, ഒന്നും കൂടി മനസ്സിലാക്കിയിട്ട് കഴിയും. ഇതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. പിന്നെ ഫയർവാൾ. Another important security measure is use of firewall. Firewall prevent unauthorized users for accessing private network. Private network എന്ന് പറയുമ്പോൾ എന്താ തന്നെ അത് നമ്മുടെ പ്രൈവസി അനുസരിച്ചിട്ട് തന്നെയാണ്. അതായത് ആരെന്നെയാണ് ഉദ്ദേശിച്ചത് അവർക്ക് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനുള്ള ഒരു അൺഓതറൈസ്ഡ് യൂസേഴ്സ് പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള ഒരു മെഷറാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഫയർവാൾ ഈസ് ജനറേറ്റഡ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഇന്റേണൽ LAN ആൻഡ് WAN ആൻഡ് എക്സ്റ്റേണൽ നെറ്റ്വർക്ക് സച്ച് ആസ് ഇന്റർനെറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറൈസ് ചെയ്തിട്ടുള്ള ഭാഗം ഇതിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ വരുന്നത് എൻക്രിപ്ഷൻ ആണ്, അതിൽ വരുന്നത് കാർട്ടോഗ്രഫിയാണ്. കാർട്ടോഗ്രഫീനെ കുറിച്ചിട്ടുള്ള വിശദമായൊരു വീഡിയോ ഇതിൽ നമ്മൾ ഇടുന്നുണ്ട്. എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ മെനി ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് ഓൺ എൻക്രിപ്ഷൻ ടെക്നിക് ടു പ്രൊട്ടക്ട് ദെയർ വാല്യുബിൾ ഇൻഫർമേഷൻ സെൻഡ് ഓവർ ഇന്റർനെറ്റ് ആൻഡ് അതർ നെറ്റ്വർക്ക്. എൻക്രിപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കോഡിംഗ് ആൻഡ് സ്ക്രാംബ്ലിംഗ് ഓഫ് മെസ്സേജസ് ടു പ്രിവെന്റ് അൺഓതറൈസ്ഡ് ആക്സസ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡാറ്റ ബീയിങ് ട്രാൻസ്മിറ്റഡ്. അപ്പോൾ അതിനുള്ള ഫോംസ് കാർട്ടോഗ്രഫി എന്താന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാർട്ടോഗ്രഫിക്ക് 2 ഫോംസ് ആണുള്ളത്, സീക്രട്ട് കീ കാർട്ടോഗ്രഫി ആൻഡ് പബ്ലിക് കീ കാർട്ടോഗ്രഫി. ഇനി അടുത്തത് സെക്യൂർ സോക്കറ്റ് ലെയർ ആണ്. SSL എന്ന് പറയും. ഇസ് എ സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ടെക്നോളജി ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് എൻക്രിപ്റ്റഡ് ലിങ്ക് ബിറ്റ്വീൻ എ സെർവർ ആൻഡ് ക്ലയൻറ്റ്. ടിപ്പിക്കലി എ വെബ് സെർവർ ആൻഡ് ബ്രൗസർ. നമ്മുടെ വെബ് സെർവറും ബ്രൗസറും തമ്മിലുള്ള ഒരു സെക്യൂർ സോക്കറ്റ് ലെയർ ആണ് അത്. സെക്യൂർ സോക്കറ്റ് ലെയർ ഈസ് ദ മോസ്റ്റ് വൈഡ്ലി deployed security protocol used today. It is essentially a protocol that provides to secure channel between 2 machines operating over the internet and internet network. ഇനി അടുത്തത് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ സെറ്റ് ആണ്. സെറ്റ് എൻക്രിപ്റ്റ് പേയ്മെന്റ് കാർഡ് ട്രാൻസാക്ഷൻ ഡാറ്റ വെരിഫൈ ബോത്ത് ദ പാർട്ടീസ് ഇൻ ദ ട്രാൻസാക്ഷൻ ആർ ജെന്വിൻ. സെറ്റ് ഒറിജിനലി ഡെവലപ്ഡ് ബൈ മാസ്റ്റർ കാർഡ് ആൻഡ് വിസ ഇൻ കൊളാബറേഷൻ. വിസ കാർഡ് ഒക്കെ ഉണ്ടല്ലോ, ഇൻ കൊളാബറേഷൻ വിത്ത് ലീഡിംഗ് ടെക്നോളജി പ്രൊവൈഡർ ഹാസ് എ ലാർജ് കോർപ്പറേറ്റ് ബാക്കിംഗ് ഓൺ ദ perceived to be more secure and result of its validation from the card companies. അപ്പോൾ ഏതാ കമ്പനി വെച്ചെങ്കിൽ അതിൻ്റെ മാസ്റ്റർ കാർഡ് വിസ കാർഡിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട്. ഇനി ബയോമെട്രിക്സ് നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. നമ്മുടെ അതിൽ പറയുന്നുണ്ട്, അതിൽ സെവറൽ ടൈപ്പ് ഓഫ് ബയോമെട്രിക്സ് എന്തൊക്കെയാണ്. ഫേസ്, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിലെ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഫേസ് ആയിരിക്കും ചിലപ്പോൾ മനസ്സിലാക്കാൻ. നമ്മളിപ്പോൾ ആധാർ കാർഡിലൊക്കെ നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഒക്കെ വെച്ചിട്ട് നോക്കണില്ല. ചിലപ്പോൾ ഫേസ് ആയിരിക്കും, ചിലപ്പോൾ ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും. നമ്മൾ സ്ഥാപനത്തിൽ നമ്മൾ തന്നെയാണ് അത് ഓപ്പൺ ചെയ്യുന്നതിന് അറിയാൻ നമ്മുടെ ഹാൻഡിൻ്റെ ജോമെട്രി അല്ലെങ്കിൽ റെറ്റിന, കണ്ണിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ആധാർ കാർഡൊക്കെ എടുക്കാൻ പോകുമ്പോൾ കണ്ടിട്ടില്ലേ. അതുപോലെ തന്നെ ഐറിസ്,
അതുപോലെ സിഗ്നേച്ചർ, വെയിൻ, വോയിസ്. നമ്മുടെ വോയിസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ബയോമെട്രിക്സ് ഉണ്ട്, നമ്മുടെ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, ഹാൻഡ് ജോമെട്രി ഉണ്ട്, റെറ്റിന, ഐറിസ്, സിഗ്നേച്ചർ, വെയിൻ ആൻഡ് വോയിസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ചിട്ടാണ്. ഡിജിറ്റൽ സിഗ്നേച്ചറും ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ടു വെരിഫൈ ദ ഒതൻറ്റിസിറ്റി ഓഫ് മെസ്സേജ് ആൻഡ് ക്ലെയിംഡ് ഐഡൻറ്റിറ്റി ഫോർ ദ സെൻഡർ ബട്ട് ഓൾസോ ടു വെരിഫൈ ദ മെസ്സേജ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ചും ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കാണാം, അതിലെന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രിക്കോഷൻസ് വൈൽ യൂസിങ് ഇൻ്റർനെറ്റ് ആൻഡ് ഇ പേയ്മെൻ്റ് ആണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചെക്കിംഗ് ദ സെക്യൂരിറ്റി സിസ്റ്റം, എക്വിസിഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഫ്രം റിലയബിൾ സോഴ്സ്. നല്ലൊരു റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സ്റ്റോപ്പ് യൂസിങ് പിറേറ്റഡ് സോഫ്റ്റ്വെയർസ്, സ്റ്റോപ്പ് ഡൗൺലോഡിങ് എവരിത്തിങ്. എല്ലാം ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറാൻ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ചെയ്യുക. പ്രോപ്പർ അറ്റൻഷൻ ടു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ പ്രോസസ്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിൽ അത്രയും ശ്രദ്ധ ചെലുത്തണം. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ആൻറ്റി വൈറസും ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുക. ടൈം ടു ടൈമിൽ യൂസ് ഡിഫറെൻറ്റ് പാസ്വേഡ് ഫോർ ഡിഫറെൻറ്റ് സൈറ്റ്, ഓരോന്നിനോരോ പാസ്വേഡ്. അതുപോലെ ഓൾവേസ് യൂസ് 2-step authentication. Okay, use virtual keyboard for online banking, do safely online payment, use some common sense testing new applications in single computer. അപ്പോൾ ഇത്രയും 12 പോയിന്റ്സ് ആണ് നമുക്ക് ഇമെയിൽ പേയ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ട പ്രിക്കോഷൻസ്. ഇനി ഒരു IT ആക്ടിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇൻഫർമേഷൻ ആക്ട് എത്രയാ? 2000 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ, ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ. അതിലെ വേർഷൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേർഷൻസ് ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ പുറകിൽ essay ക്വസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, വാട്ട് ഈസ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ഡിസ്കസ് ഇറ്റ്സ് പ്രൊവിഷൻസ്. അപ്പം അതുകൊണ്ട് അത് വലിയ കാര്യമില്ല, അപ്പം അത് നിങ്ങൾ നോക്കണമെന്നില്ല. നിങ്ങൾ ഇതാണ് പഠിക്കേണ്ടത്. എന്താണ് നമ്മുടെ സെക്യൂരിറ്റി ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സെക്യൂരിറ്റി മെഷേഴ്സ്, അതുപോലെ ഇതിൻ്റെ ഓരോന്നും സെപ്പറേറ്റ്, ഫിഷിങ്, ഹാക്കിങ്, സ്പൈവെയർ, മാൽവെയർ, സെറ്റ്, ബയോമെട്രിക്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ വരും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ സബ്ജക്റ്റ് കഴിഞ്ഞു. നമുക്കിനി ക്ലാസ് തുടങ്ങിയാൽ വേണമെങ്കിൽ ഒന്നൊരു ഓവറോൾ ഒന്ന് നോക്കണമെങ്കിൽ ആവാം. അപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻസ് പറഞ്ഞതൊക്കെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.